ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാന് മുന്നിൽ അനുനയ ചർച്ചകളുടെ യാചന നടത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ട്രംപിന് ഇനി യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയത്. ഇതോടെയാണ് മറ്റു രാജ്യങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാമെന്ന് ട്രംപിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വീണ്ടും തിരക്കിട്ട നയതന്ത്ര ചർച്ചകളുമായി തുർക്കിയും ഈജിപ്തും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മുന്നേറുകയാണ്. ഇറാനുമായി ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും സംസാരിച്ചു. ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പ് അമേരിക്ക നൽകിയാൽ മാത്രം ഹോർമൂസ് തുറക്കുന്നതും ആണവ സമ്പുഷ്ടീകരണത്തിൽ ചർച്ച നടത്തുന്നതും പരിഗണിക്കാമെന്നാണ് ഇറാന്റെ ശക്തമായ നിലപാട്. അതിനിടെ ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ട്രംപ് ചർച്ച ചെയ്തു എന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലൈൻ ലെവിഷ് പറയുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തുർക്കി, ഈജിപ്ത്, ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ ശക്തികൾ വീണ്ടും തിരക്കിട്ട നയതന്ത്ര ചർച്ചകളുമായി രംഗത്തെത്തുന്നത് ഒരു സാധാരണ സമാധാന ശ്രമമായി മാത്രം കാണാനാവില്ല. ഇത് യഥാർത്ഥത്തിൽ ആഗോള ശക്തി സമവാക്യത്തിൽ സംഭവിക്കുന്ന പുതിയ മാറ്റത്തിന്റെ സൂചനയാണ്. യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ അതിന്റെ ആഘാതം പ്രാദേശിക പരിധി കടന്ന് ലോക സാമ്പത്തിക വ്യവസ്ഥയെയും രാഷ്ട്രീയ സ്ഥിരതയെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ നിലപാടുകളെ പൂർണ്ണമായി അവഗണിക്കാൻ ഇനി ആർക്കും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.